ഹലോ ഡിയേഴ്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി തരിയുണ്ടയാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു തരിയുണ്ടയാണ്. വളരെ എളുപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വീഡിയോ കണ്ടിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളെ പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ തരിയുണ്ട ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം ചെയ്യാൻ പോകുന്നത് തേങ്ങ. ഞാനിവിടെ ഒരു 3 തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. 1/2 കിലോ റവക്ക് 3 തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ തേങ്ങ നന്നായി ചിരവിയെടുത്ത തേങ്ങ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1/2 കിലോ റവക്ക് 1/2 കിലോ പഞ്ചസാര എന്നാണ് കണക്ക്. പക്ഷേ മധുരം ഒരുപാട് ആവശ്യമില്ലാത്തവർ അത്രയും പഞ്ചസാര ചേർക്കണ്ട. ഞാൻ 1/2 കിലോ ചേർക്കുന്നില്ല, ഒരു 300 ഗ്രാമൊക്കെ ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം ഏലക്കായ പൊടിച്ചതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇങ്ങനെ മിക്സ് ചെയ്ത് നമ്മൾ 2-3 മണിക്കൂർ മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് ഈ പഞ്ചസാരയും തേങ്ങയും എല്ലാം കൂടെ മിക്സായി കുറച്ച് വെള്ളമൊക്കെ വന്ന് നല്ലൊരു പരുവത്തിലായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വേഗം ഉരുട്ടിയെടുക്കാനൊക്കെ എളുപ്പമായിരിക്കും റവ ചേർത്ത് കഴിഞ്ഞാൽ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ പഞ്ചസാരയും തേങ്ങയും ഏലക്ക എല്ലാം കൂടെ കൈ വെച്ചിട്ടുണ്ട് നന്നായിട്ട് ഞെരടിയിട്ട് മാറ്റി വെച്ചോ കേട്ടോ. ഇനി ഞാനിതൊരു 2-3 മണിക്കൂർ മാറ്റി വെക്കുകയാണ്. അതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള പണിയൊക്കെ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഒരു 3 മണിക്കൂറിന് ശേഷം നമുക്ക് നോക്കാം ഇത് ഏത് പാകത്തിലാണ് ഉണ്ടാവുകയെന്ന്. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അങ്ങനെ ഒരു 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കണ്ടോ നമ്മൾ തേങ്ങയും പഞ്ചസാരയും ഏലക്കായും കൂടി ഈ ഒരു പരുവത്തിൽ നല്ല നനവുണ്ട് ഇതിൽ കണ്ടോ. അപ്പം നമുക്കിനി ഇതിൽ റവ കൂടി വറുത്ത് ചേർക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റും, ഡ്രൈ ആയി പോവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്കിത് ഇവിടെ തന്നെ വെക്കാം. ഇനി നമുക്ക് റവ ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് വേറൊരു പാത്രം വെച്ചിട്ടുണ്ട് അടുപ്പിലേക്ക്. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഞാൻ 1/2 കിലോ റവക്ക് ഒരു 100 ഗ്രാമോളം നെയ്യ് എടുത്തിട്ടുണ്ട്. നെയ്യ് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ആദ്യം നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തെടുക്കാം. ഒരു ജസ്റ്റ് നമ്മൾ ചേർക്കുന്നതേ ഉള്ളൂ, നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഒരു ടേസ്റ്റിനും ഒരു ഭംഗിക്കും വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതാ ഞാൻ അണ്ടിപ്പരിപ്പ് ആദ്യം ഇട്ടു. ഒന്ന് റോസ്റ്റായി വരുമ്പോൾ നമുക്കിതിലേക്ക് കിസ്മിസ് കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ബദാമൊക്കെ ചേർക്കാം, നല്ലതാണ്. അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും നന്നായിട്ടൊന്ന് ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ നമുക്ക് വറുത്തെടുക്കാം. ഈ ഒരു റവ നമ്മൾ തരിയുണ്ട ഉണ്ടാക്കുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം റവ വറുത്തെടുക്കലാണ്. അത് കുറച്ച് സമയം എടുത്ത് നമ്മൾ ക്ഷമയോടെ ചെയ്യണം, എന്നാലേ നല്ല പെർഫെക്റ്റായി കിട്ടുള്ളൂ. നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്ത് കോരി അതേ നെയ്യിൽ തന്നെ നമുക്ക് റവ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോ റവയാണ് എടുത്തിട്ടുള്ളത്. റവ ചേർത്ത് കൊടുത്തു. ഇനി നമ്മളൊരു മീഡിയം തീയിൽ വെച്ചിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. റവ നമ്മൾ വായിലിട്ട് നോക്കുമ്പോൾ പൊട്ടുന്ന പരുവത്തിലായിരിക്കണം. എന്നാൽ അപ്പോൾ തരി ഇങ്ങനെ പൊട്ടുന്നൊരു പരുവത്തിലായി കിട്ടണം. അതുവരെ നമ്മളിതെന്തായാലും വറുത്തെടുക്കണം. അപ്പോൾ നമ്മൾ ചെറിയ തീയിൽ വെച്ച് ക്ഷമയോടുകൂടി തന്നെ നമ്മൾ നന്നായിട്ട് വറുത്തെടുക്കുക. അടിയൊന്നും കരിഞ്ഞു പോകാണ്ട് നമ്മൾ വറുത്തെടുക്കണം. ഞാനിത് സ്പീഡായിട്ട് കാണിക്കുന്നതാണ്, അല്ലെങ്കിൽ കുറേ സമയം എടുക്കും. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു 10-20 മിനിറ്റോളം ഇത് വറുത്ത് എടുക്കാൻ വേണ്ടിയിട്ട് സമയം എടുക്കും. ഏകദേശം നമ്മൾ റവ ഇവിടെ നന്നായി വറന്ന് വന്നിട്ടുണ്ട്, നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്കിത് കുറച്ചെടുത്ത് വായിലിട്ട് നോക്കുമ്പോൾ പൊട്ടുന്ന ഒരു പരുവത്തിലായോ എന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി തീ നന്നായിട്ട് കുറച്ച് വെക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച തേങ്ങയുടെയും പഞ്ചസാരയുടെയും കൂട്ടുണ്ടല്ലോ, അത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ തേങ്ങയും പഞ്ചസാര ഇങ്ങനെ നേരത്തെ ചെയ്ത് വെക്കുന്നത് എന്താ വെച്ചാൽ ഉണ്ട നല്ല സോഫ്റ്റായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ചെറിയ തീയിൽ വെച്ചിട്ട് മിക്സ് ചെയ്യുക. തീ ഓഫ് ചെയ്യരുത്. ഒരു 2-3 മിനിറ്റ് നമ്മൾ തീയിൽ വെച്ച് തന്നെ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ റവയിലേക്ക് നമ്മൾ തേങ്ങയും പഞ്ചസാരയും അണ്ടിപ്പരിപ്പും മുന്തിരി എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുന്ന എല്ലാം ഒരുപോലെ ആയി വരാൻ വേണ്ടിയിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മളെപ്പോഴും ഉണ്ട ഉണ്ടാക്കുമ്പോൾ ഞാൻ പറഞ്ഞ അളവിൽ തന്നെ 1/2 കിലോ റവയാണെങ്കിൽ ഒരു 4 തേങ്ങയെങ്കിലും മാക്സിമം എടുക്കാൻ ശ്രമിക്കുക. തേങ്ങ ഒക്കെ കുറച്ച് കഴിയുമ്പോൾ ഉണ്ട സോഫ്റ്റ്നെസ് കുറയും. അതുപോലെ തന്നെ പഞ്ചസാര പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്താൽ മതി, അതിൽ നിർബന്ധമൊന്നുമില്ല. പക്ഷേ തേങ്ങ എന്തായാലും കുറയാണ്ട് നിങ്ങൾ ചേർക്കണം. അപ്പം ഞാൻ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇതിപ്പോൾ നല്ല ചൂടാണല്ലോ, അപ്പോൾ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റില്ല. നമ്മളെ കൈക്ക് പാകാവുന്ന ഒരു ചൂടിൽ നമുക്കിത് ഉരുട്ടിയെടുക്കണം. ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഒന്ന് പെട്ടെന്ന് തണുത്ത് വരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നല്ല ചൂടുണ്ട്, പക്ഷേ നമ്മളെ കൈക്ക് പറ്റുന്ന ചൂടാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ചൂടിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം. ഒരുപാട് തണുത്ത് കഴിഞ്ഞാൽ പിന്നെ ഉരുട്ടിയെടുക്കാൻ പറ്റില്ല, റവയാണ്. അപ്പം നമ്മൾ ഇതുപോലെ ചൂടോട് ഉരുട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എത്ര വലുപ്പത്തിലാണോ വേണ്ടത് ആ ഒരു വലുപ്പത്തിൽ നിങ്ങൾക്ക് ഉരുട്ടിയെടുക്കാം. എനിക്കിപ്പോൾ ഈ ഒരു വലുപ്പമേ വരുന്നുള്ളൂ. അപ്പോൾ ഇനി നമ്മളിതെല്ലാം ബാക്കിയുള്ളതും ഇതുപോലെ ഇങ്ങനെ ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വളരെ സിമ്പിളാണ്, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഞാനിതാ ഇങ്ങനെ ഒരുവിധം എല്ലാം ഉരുട്ടി വെക്കുന്നുണ്ട്.
ഇത് നമുക്കിനി ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലൊരു അടപ്പ് നല്ലൊരു കണ്ടെയ്നറിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ ഓരോരോ ഉണ്ടയായിട്ട് എടുത്ത് കഴിക്കാം. ഒരു 3-4 ദിവസം കേടുകൂടാണ്ടിരിക്കും. നല്ല സോഫ്റ്റ് ഉണ്ടാവും. 4 ദിവസമായി കഴിഞ്ഞാലും ഈ ഒരു ഉണ്ട ഈ ഒരു രീതിയിൽ തന്നെ സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും. അതാണ് ഈ ഒരു തിരിയുണ്ടയുടെ പ്രത്യേകത, ഈ ഒരു റെസിപ്പിയുടെ പ്രത്യേകത. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളെ പേജ് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ലൊരു റെസിപ്പിയായി നമുക്ക് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്